ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് എബിഡി സാറാണ്. നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെന്റ് എന്നുള്ള ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് എന്ത് ചെയ്താൽ കംപ്ലീറ്റ് ചെയ്തു അല്ലേ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ചില മക്കളെങ്കിലും കമന്റ് ചെയ്തതാണ്, സാറേ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓഷ്യൻസിന്റെയും കോൺട്രിബ്യൂഷൻസിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ അല്ല എന്ന് ടെക്സ്റ്റ് ബുക്കിൽ ഒരു പോയിന്റ് കാണുന്നുണ്ട്. അത് സാർ ഒന്ന് എന്ത് ചെയ്യുക, ഒരു കോണ്ടന്റ് ആയിട്ട് ചെയ്യുമെന്ന് പല മക്കളും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിരുന്നു ലൈവ് സെഷനിൽ. അപ്പോൾ ആ ഒരു സെപ്പറേറ്റ് വീഡിയോ സാർ ഒന്ന് ചെയ്യുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടി യൂസ്ഫുൾ ആവുമെന്ന് പല മക്കളും പറഞ്ഞിരുന്നു. ഇത് മാത്രമല്ല ഒന്നിലധികം കോണ്ടന്റ്സ് അവർ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കോണ്ടന്റ് ആയിട്ടുള്ള ഈ പറഞ്ഞതുപോലെ തന്നെ ലാൻഡ്, ഈ പറഞ്ഞ ഡിസ്ട്രിബ്യൂഷൻ ലാൻഡ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓഷ്യൻ്റെ ഒക്കെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെ തന്നെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയർ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യാം. മക്കൾ പറഞ്ഞ മറ്റ് ടോപ്പിക്കുകൾ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ത്രൂ ഔട്ട് കാണുക. വിത്തിൻ 10 minutes നമുക്ക് ഈ ഒരു ടോപ്പിക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ പറയുന്നുണ്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ ആൻഡ് ലാൻഡ് ഓൺ ദ എർത്ത്. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഈക്വലി അല്ല, അതായത് പല സ്ഥലങ്ങളിൽ ഓഷ്യൻസ് കൂടുതലായിരിക്കും, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ എന്താണ് ഈ പറയുന്ന ലാൻഡ് ഏരിയാസ് കൂടുതലായിരിക്കും. ഇങ്ങനെ വേരിയേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മളിവിടെ പറയുന്നത്. As it happens, oceans and continents are not distributed equally between the north and southern hemisphere. നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലും സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലും ഈ പറയുന്ന ലാൻഡ് ആണെങ്കിലും ഓഷ്യൻ ആണെങ്കിലും ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതായത് നമ്മളിവിടെ നോക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളും കടലല്ല, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കേരളം തന്നെ നമുക്ക് എക്സാമ്പിൾ എടുക്കാം. ഇത് ഹെമിസ്ഫിയർ ഒക്കെ പറയുമ്പോൾ എന്തിനാണ് സാർ കേരളത്തിലേക്ക് വരുന്നത് ചോദിക്കുമ്പോൾ കേരള ഇസ് പാർട്ട് ഓഫ് നമ്മുടെ എർത്തിൻ്റെ പാർട്ടാണ് അല്ലേ. അപ്പോൾ കേരളം നമ്മൾ എടുക്കുമ്പോൾ കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും ഒരുപോലെ തന്നെയാണോ ഈ പറയുന്ന കടലുള്ളത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ കരയുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ലാൻഡ് ഉള്ളത് കോണ്ടിനെൻ്റ് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്ന ലാൻഡ് ഏരിയാസ് ഉള്ളത് കടലുള്ളത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയുമല്ല, ചില സ്ഥലങ്ങളിൽ കുറച്ചധികം കടലുണ്ട് അല്ലേ, ഇങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എർത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ലാൻഡിൻ്റെയും അതുപോലെ തന്നെ ഓഷ്യൻസിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിലും എന്ത് വന്നിട്ടുണ്ട്, വേരിയേഷൻസ് വന്നിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത് മക്കളെ. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ബ്ലൂ ഏരിയാസ്. നമ്മൾ എർത്ത് നോക്കുന്ന സമയത്ത് ബ്ലൂ ഏരിയാസ് നമുക്ക് കാണുന്നത് ഓഷ്യൻസ് ആണ്, നമുക്ക് കാണാൻ പറ്റും. ഓഷ്യൻസ് ആണ് ബ്ലൂ ഏരിയാസ് ആയിട്ട് നമുക്ക് കാണുന്നത്. അതായത് നമ്മുടെ എർത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ എന്താ പറയുക, സ്പേസിലൊക്കെ നമ്മൾ എർത്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഗ്ലോബ് നോക്കുന്ന സമയത്തൊക്കെ നമുക്ക് കാണാൻ പറ്റും മോസ്റ്റ് ഓഫ് ദി ഏരിയാസും എന്താണ് ബ്ലൂ കളറായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ബ്ലൂ കളർ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്, വടപൊടിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഓഷ്യനാണ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ മേജർ പോർഷനും ഓഷ്യനാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലേ. ഇപ്പോൾ എന്താ പറയുക 7/10 ഓഫ് എന്താണ് ഓഷ്യനാണ് നമുക്ക് പറയുന്ന പോലെ തന്നെ മേജർ പോർഷനും ഓഷ്യനാണ്. ഓക്കെ, ദെൻ അലോങ് വിത്ത് ദർ സ്മോളർ എക്സ്റ്റൻഷൻ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡിഫറെൻറ്റ് നെയിംസിലാണ് അതിൻ്റെ സ്മോളർ എക്സ്റ്റൻഷൻസ് അറിയപ്പെടുന്നത്. സി അല്ലെങ്കിൽ ബേ അല്ലെങ്കിൽ ഗൾഫ് എന്നൊക്കെയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ എക്സ്റ്റൻഷൻ സ്മോളർ എക്സ്റ്റൻഷൻസ് അറിയപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓഷ്യനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാനുള്ളതാ. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബ്ലൂ എന്ന് പറയുന്നത് എന്താണ്, ബ്ലൂ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഓഷ്യൻസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എല്ലായിടത്തും സദേൺ ഹെമിസ്ഫിയറിലാണെങ്കിലും നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിലും ഈക്വൽ അല്ല അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ദ ബേജ് ഏരിയാസ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ബ്രൗൺ എന്താ റെപ്രസെന്റ് ചെയ്തത്, ലാൻഡ് ഏരിയാസ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ലാൻഡ് ഈസ് നോട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് ഈക്വലി ബിറ്റ്വീൻ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ. ലാൻഡും നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ലൈക്ക് ഓഷ്യനെ പോലെ തന്നെ ഈക്വലി അല്ല ലാൻഡും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റൂടാ. ഓക്കെ, അപ്പോൾ ബ്ലൂ എന്താണ് ഓഷ്യനും ദെൻ ബ്രൗൺ എന്താണ് ലാൻഡ് ഏരിയാസ് അല്ലെങ്കിൽ കോണ്ടിനെന്റ്സൊക്കെയാണ് ചെയ്യുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മേജർ പോർഷൻ എന്താണ് ബ്ലൂ ആണ് നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് എന്താണ് ഇഫ് ദർ ഇസ് സച്ച് അബൻഡൻസ് ഓഫ് വാട്ടർ ഓൺ ദ പ്ലാന്റ്സ്. ഇവിടെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഇത് കൂടി നമുക്ക് ചെയ്ത് നിർത്താം. അതായത് കുറേ അധികം വാട്ടർ ആണ്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക 10-7 ഭാഗവും വാട്ടർ ആണ്, പക്ഷെ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, വാട്ടർ ക്രൈസിസ് അല്ലെങ്കിൽ വാട്ടർ സ്കേഴ്സിറ്റി എന്ന് പറയുന്ന പ്രോബ്ലം സ്റ്റിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള റീസൺ ഇത്രയുള്ളൂടാ, ഇതിൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജ് മാത്രമേ ഫ്രഷ് വാട്ടർ ഉള്ളൂ, കൂടുതലും സാൾട്ട് കണ്ടന്റുള്ള വാട്ടർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഡ്രിങ്കിങ് പേർപ്പസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റുന്ന വാട്ടർ വളരെ സ്മോൾ എന്താ പറയുക പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റിൽ വാട്ടർ ക്രൈസിസ് കാര്യങ്ങളൊക്കെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം മറ്റു പല പേർപ്പസിനും നമുക്ക് ഈ ഒരു വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട് വളരെ യൂസ്ഫുൾ ആവുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റൂടാ. ദെൻ ഇവിടെ നമ്മൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ ടൗൺസിലാണെങ്കിലും ഒക്കെ വാട്ടർ സേവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ലൈവ് ക്ലാസ്സിൽ ചോദിച്ചിരുന്നു. പല മക്കളും യുവർ ഓൺ ഒപ്പീനിയൻസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then oceans എന്ന് പറയുന്നത് ഓഷ്യൻസ് ഹോൾഡ് മോസ്റ്റ് ഓഫ് ദ വാട്ടർ അവൈലബിൾ ഓൺ ദ പ്ലാന്റ്സ്. സീ വാട്ടർ ഈസ് സാൾട്ടി എന്ന് നമുക്ക് കാണാൻ പറ്റും. സീ വാട്ടർ സാൾട്ടി ആണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്തിന് യൂസ് ചെയ്യാൻ പറ്റില്ല, കൺസംഷന് ഈ പറഞ്ഞ പോലെ തന്നെ ഈ മനുഷ്യന്മാർക്കൊന്നും കൺസംഷൻ കൂടുതലായിട്ടും ഈ പറയുന്ന സാൾട്ടി വാട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്ക് കാണാൻ പറ്റും. ദെൻ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നത് വളരെ സ്മോൾ പ്രൊപ്പോർഷൻ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് കാണാൻ പറ്റും.
ദെൻ ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഓഷൻസിനൊരു സെപ്പറേറ്റ് ചെയ്യാൻ ബൗണ്ടറീസോ കാര്യങ്ങളോ ഒന്നുമില്ല. മാപ്പിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഇമാജിനറി ആയിട്ടുള്ളൊരു സെപ്പറേഷൻ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സീ വാട്ടേഴ്സ് എന്ന് പറയുന്നത് സീ വാട്ടർ ഫ്ലോ അക്രോസ് ഡിഫറെൻറ്റ് ഓഷൻ സപ്പോർട്ടിങ് ദ ഡൈവേഴ്സ് മറൈൻ ലൈഫ്. ഈ പറഞ്ഞ പോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മറൈൻ ലൈഫ് അല്ലെങ്കിൽ കടൽ ജീവികളും കാര്യങ്ങൾക്കൊക്കെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കാര്യങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്നത് ഈ സീ വാട്ടറിൻ്റെ ഫ്ലോ ആണ് നമുക്ക് കാണാൻ പറ്റുക. ദെൻ മറൈൻ ഫ്ലോറ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ അരേലിയസ് ആൻഡ് സീ സീഡ്സ് ഒക്കെയാണ് മറൈൻ ഫ്ലോറാസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ദെൻ ഫ്യൂന നോക്കുന്ന സമയത്ത് ഫിഷ് ഉണ്ട്, ഡോൾഫിൻസ് ഉണ്ട്, വെയിൽസ് ഉണ്ട്, ഡീപ് സീ എന്താ പറയുക ക്രിയേച്ചേഴ്സ് ഒക്കെയാണ് മറൈൻ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്യൂനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഏർത്തിൻ്റെ എല്ലായിടത്തും എന്തല്ല ഈ പറഞ്ഞ പോലെ തന്നെ ലാൻഡ് ആണെങ്കിലും ഓഷ്യൻ ആണെങ്കിലും ഈക്വലി അല്ല എന്ത് ചെയ്യുന്നതാ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഏർത്തിൻ്റെ എല്ലായിടത്തും ലാൻഡ് ആണെങ്കിലും ഓഷ്യൻ ആണെങ്കിലും ഈക്വലി അല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്കൊരു വർക്ക് ഇവിടെ നമ്മൾ തന്നിട്ടുണ്ട്. ഇത് മക്കളെല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. അതായത് ലൊക്കേറ്റ് 5 ഓഷ്യൻസ് ആൻഡ് ഇത് നമ്മുടെ ടാബിളിൽ 5 ഓഷ്യൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഹെമിസ്ഫിയറിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഹെമിസ്ഫിയറിലാണ്, ഒരു സിംഗിൾ ഹെമിസ്ഫിയർ ആണോ അല്ലെങ്കിൽ മോർ ദാൻ 1 ഹെമിസ്ഫിയർ ഉണ്ടോ, അത് മക്കൾ എന്ത് ചെയ്യാവുന്ന ടിക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ലൈവിൽ പറഞ്ഞതാണ്. എന്തായാലും മക്കൾ എന്ത് ചെയ്യാം, യെസ് കമൻറ്റ് ചെയ്യടാം എല്ലാവരും. പസഫിക് അങ്ങനെ എന്ത് ചെയ്യുക ലൈനായിട്ട് 5 ഓഷ്യൻസിൻ്റെ പേര് എഴുതുക. അത് ഏതോ ഹെമിസ്ഫിയറിലാണ് ഏതൊക്കെ ഹെമിസ്ഫിയറിലാണെന്ന് മക്കൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുമെന്ന് സാർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നിങ്ങൾ നോർത്തേൺ ഹെമിസ്ഫിയറും സദേൺ ഹെമിസ്ഫിയറും സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാൻ സാറോട് ഡിമാൻഡ് ചെയ്തിരുന്നു. നെക്സ്റ്റ് ക്ലാസ് ആ ഒരു ടോപ്പിക്കുമായിട്ട് സാർ വരും. അപ്പോൾ എല്ലാ മക്കളും വെയിറ്റ് ചെയ്യുക, എല്ലാ മക്കളും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുക ക്ലാസ് കാണുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഓൾ, ബൈ.